എടുത്ത് നോക്കുക, രണ്ട് വാക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. ഒന്ന് തീവ്രവാദി, മറ്റൊന്ന് പീഡനം. വായിക്കാൻ അറിയാത്ത ഉപ്പാപ്പ വരെ വായിക്കും തീവ്രവാദി. എന്നാൽ ആ സാധനം ഉണ്ടാവും. പത്രങ്ങളൊക്കെ ധർമ്മങ്ങൾ മറക്കുക. പത്രങ്ങളൊക്കെ ധർമ്മങ്ങൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങൾക്കൊരു പത്രധർമ്മമുണ്ട്. ആ പത്രധർമ്മത്തെ മറന്നുകൊണ്ടാണ് പത്രങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ബഹിഷ്കരിക്കണം നമ്മൾ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ചു മാതൃഭൂമി പത്രം. അത് വായിക്കുന്നവൻ, ഇനി മാതൃഭൂമി പത്രത്തിന്റെ പേജുകളിലേക്ക് കണ്ണയക്കുന്നവൻ അല്ലാഹുവിന്റെ പ്രവാചകനോട്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമില്ലാത്തവരായി മാറും. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ ധിക്കരിച്ച വൃത്തികെട്ടവനെന്ന് മുദ്രകൂട്ടിയ ഒരു പത്രമായി മാതൃഭൂമി മാറിയിരിക്കും. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കാൻ, ഒന്ന് മണ്ടക്കകത്തേക്ക് റസൂല് വേണോ മാതൃഭൂമി പത്രം വേണോ എന്ന് ചിന്തിക്കാൻ നിങ്ങളിലേക്ക് ഒരു ചിന്ത തുണ്ടുകളെ ഞാൻ ഇട്ട് തരികയാണ്. നാളെ മുതൽ ഓർത്തു നോക്കുക, മാതൃഭൂമി പത്രം വേണോ അല്ലാഹുവിന്റെ പ്രവാചകനെ വേണോ? അല്ലാഹു റസൂലിനെ വേണമെങ്കിൽ മാതൃഭൂമി ഒഴിവാക്കാൻ പറ്റേ? എന്തിനത്? പരിശുദ്ധ റസൂലിനെ ചീത്ത വിളിക്കുന്ന പത്രം എന്തിന്? അതെന്തിനു വായിക്കണം?